ബന്ദികളാക്കിയിരുന്ന 4 വനിതാ സൈനികരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ചു. പകരം 200 ഫലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായ ബന്ദി വിമോചനം 2ാം ഘട്ടം പൂർത്തിയായി. കരാർ പ്രകാരം പട്ടാള ബന്ദികൾക്ക് പുറമെ അർബൽ യഹൂദ എന്ന വനിതയെ കൂടി മോചിപ്പിക്കുമെന്ന വാക്ക് ഹമാസ് പാലിച്ചില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കി. അർബേലിനെ അടുത്ത ആഴ്ച മോചിപ്പിക്കുമെന്ന് ഹമാസ് മറുപടിയും നൽകി. അർബേലിൻ്റെ മോചനത്തിന് ശേഷമേ ഫലസ്തീൻ തടവുകാരെ തിരികെ അയക്കുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കടുത്ത നിലപാടെടുത്തെങ്കിലും പിന്നീട് അയഞ്ഞു. ടെൽ-അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ വലിയ സ്ക്രീനിൽ സംരക്ഷണം ചെയ്ത ബന്ദി കൈമാറ്റ രംഗങ്ങൾ ആയിരക്കണക്കിന് ഇസ്രായേലുകാർ കയ്യടികളോടെ കണ്ടുനിന്നു. ഗസയിലെ വെടിനിർത്തലിന് ശേഷമുള്ള 2ാമത്തെ ബന്ദി കൈമാറ്റമാണ് ശനിയാഴ്ച നടന്നത്. അതേസമയം യമനിൽ ഹൂത്തി വിമതർ തടവുകാരാക്കിയിരുന്ന 153 പേരെ വിട്ടയച്ചതായി റെഡ് ക്രോസും അറിയിച്ചു. ഇവരുടെ മോചനത്തിനായി ദീർഘകാലമായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതേസമയം ശനിയാഴ്ച തടവിലാക്കിയ 7 UN ജീവനക്കാർ ഇതിൽ ഉൾപ്പെടുന്നില്ല. മോചനത്തിനായി UN സെക്രട്ടറി ജനറൽ ഇടപെട്ടിട്ടുണ്ട്.